ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. റെസിപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതും പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും അതിൻ്റെ വളവും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചെടികളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ട് അതിനേക്കായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മട്ടനുണ്ട്. മട്ടനിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു തക്കാളീൻ്റെ പകുതി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു എന്താ പറയുക, 1/2 കിലോനൊന്നും ഇല്ല കേട്ടോ, 1/4 കിലോനൊക്കെ അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഒക്കെ ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയാബീനിൽ, പനീറിൽ, മഷ്റൂമിൽ ഒക്കെ ഈ ഒരു റെസിപ്പി ചെയ്യുക. കോളിഫ്ലവറിലൊക്കെ ചെയ്യാം കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബിരിയാണി മസാല. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയാട്ടോ യൂസ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പിന്നെ മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. മട്ടൺ ചാപ്സാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മട്ടൺ ചാപ്സ് മുന്നേ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, ഒരു വേറിട്ട രീതിയിൽ. മട്ടനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ അളവേ ഉള്ളൂ കേട്ടോ, അതിനേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ റെസിപ്പിയൊക്കെ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് മട്ടൺ ചാപ്സ് ഇങ്ങനെയല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന മട്ടൺ ചാപ്സ് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയേ. ഏതിലും മട്ടണിലും ചിക്കനിലും ബീഫിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പേര് മാറും, ബീഫ് ചാപ്സ്, ചിക്കൻ ചാപ്സ് എന്നൊക്കെ ആയിപ്പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ, കാരണം കുറഞ്ഞ അളവല്ലേ മട്ടനുള്ളൂ, അതുകൊണ്ടാണ്. കുറച്ച് 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് ഇപ്പുറത്ത് പത്തിരി, നൈസ് പത്തിരി ആട്ടാ, നല്ല കോമ്പിനേഷൻ അല്ലേ രണ്ടും കൂടെ. അപ്പോൾ നൈസ് പത്തിരി വാട്ടാനുള്ള വെള്ളം വെച്ച് കൊടുത്തു. ഞാൻ കുറച്ചധികം വെള്ളം നോക്കും കേട്ടോ, പത്തിരിപ്പൊടി വാട്ടിയെടുക്കുന്നതിനായിട്ട്. എന്നാലാണ് നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് നൈസ് പത്തിരി റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ പിന്നെ കമൻ്റായിട്ട് കൊടുക്കാം. ആവശ്യമുള്ളൊരു പുതിയ വ്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൈസ് പത്തിരിയാണ്. പൊടിയൊന്നും തട്ടാതെ പരത്തിയെടുക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നൈസ് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് നമ്മൾ മട്ടൺ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പത്തിരിയും. ഈ ഒരു കറിയിലേക്ക് പത്തിരിയും ചപ്പാത്തി, പൊറോട്ട, പിന്നെ നമ്മളെ സാധാരണ അരി അരച്ചിട്ടുള്ള ദോശ അല്ലേ, അല്ലെങ്കിൽ പൊടി കലക്കിയിട്ടുള്ള ദോശ, അതൊക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനായിട്ട് വരും. പൂരി, എല്ലാത്തിലും ഗീ റൈസ്, നമുക്കൊരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞ പോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂം, പനീർ, മട്ടർ അതില്ലേ അത്, പിന്നെ അങ്ങനത്തെ എന്താ സോയാബീൻ, ഇതിലൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് പാർട്ടിയിലേക്കൊക്കെ സെർവ് ചെയ്യാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി പത്തിരിയൊക്കെ ഒന്ന് വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ചെടിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഒരു എക്സ്ട്രാ പണി വരുന്നതുകൊണ്ട് അകത്തെ പണികളും അതുപോലത്തെ ചെടിയിലും കുറച്ച് പണികളുണ്ട്. വളം എടുക്കാനായിട്ട് പോകണം. അതുപോലെ തന്നെ വളം നമ്മളൊരു ഇനിയിപ്പോൾ വെയിലൊക്കെ ആകുമ്പോഴത്തേക്കുള്ള ദൂരത്തിനും എല്ലാ പ്ലാന്റിനുമുള്ള വളം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ റഫീഖക്ക് പോകേണ്ട സമയം പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ പിന്നെ വേഗം വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മട്ടൺ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ചൊരു മിനിറ്റ് പണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കസ്റ്റേൺ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മട്ടൺ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും സെർവ് ചെയ്യുക, ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ ഇതിനെ റിച്ച് ആക്കി എടുക്കാം നമുക്ക്. ഞാനിതാ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക, ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമില്ലേ അതോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലിലേക്ക് മാറും കേട്ടോ. ഒരു പച്ചമുളക് ഞാനൊരു 2-3 പീസാക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവർ വരും കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിന് പകരം ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കുക, ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനിയിപ്പം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി അല്ലേ. ഞാനിതിന് മുമ്പേ ഒന്ന് കാണിച്ചിട്ടുണ്ട്, നിങ്ങളതും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മട്ടൺ ചാപ്സ് റെഡിയാണ്, പത്തിരിയും റെഡിയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബോഗൺവില്ലയൊക്കെ നമ്മൾ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോഗൺവില്ലയൊക്കെ എന്തായി ജംഷി പൂവിട്ടോ, ഫ്ലവറൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മഞ്ഞും കാര്യങ്ങളൊക്കെ തുടങ്ങി, അതിനിടയ്ക്ക് ന്യൂനമർദ്ദവും മഴയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നല്ല വെയിലിലേക്ക് പോകണം കേട്ടോ. എന്നിട്ട് ഈ കൊമ്പൊക്കെ നല്ലോണം മണ്ണൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ട് വെള്ളം ഒന്ന്, എനിക്കിപ്പോൾ ഭയങ്കര വെയിൽ കുറവാണ് അവിടെ, നമുക്ക് വെയിലിങ്ങനെ പോകുന്ന വെയിലാണുള്ളത്. അപ്പം ഭയങ്കര വെയിലുള്ളിടത്താണെങ്കിൽ ഡെയിലി നനച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പോഴാണ് ഈ കൊമ്പിലൊക്കെ അതിൻ്റെ ശിഖരങ്ങളിലൊക്കെ മുട്ടിട്ട് നല്ല പൂവായിട്ട് കിട്ടുക കേട്ടോ. അതിന് നല്ല വെയിൽ വരണം, അതായിട്ടില്ലല്ലോ, ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും സെറ്റായിട്ട് വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ. മണ്ണൊക്കെ നമ്മൾ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പ്ലാന്റൊക്കെ റെഡിയാക്കുന്നത്, അതായത് ബോഗൺവില്ല പ്ലാന്റ് കേട്ടോ. അങ്ങനെ നമ്മൾ മണ്ണൊക്കെ മാറ്റി സെറ്റാക്കി റെഡിയാക്കി ഇതാ. അപ്പോൾ പുതിയ തളിരും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ മതിലിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഇതൊക്കെ. ഇനിയിപ്പോൾ ഇത് ഒന്ന് റെഡിയായി വരാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് വളം ഒന്നും കൊടുത്തിട്ടില്ല, ചാണകപ്പൊടി പോലും കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. മഴയായതുകൊണ്ട് അങ്ങനെ ഒരു വളം ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ചാണകം കലക്കി ഒഴിക്കാനൊന്നും ആ മഴയത്ത് അങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ. ഇനിയിപ്പം ഒരു കുറച്ച് ചാണകമൊക്കെ ഒന്ന് കലക്കിയിട്ട് ഒരാഴ്ച ഇങ്ങനെ പുളിപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോഴാണ് നല്ല ഫ്ലവറും ആന്തൂറിയത്തിനും എല്ലാത്തിനും നല്ല പച്ചപ്പും ഫ്ലവറും ഒക്കെ ആയിട്ട് വരും കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്ലാന്റിന് എന്താണ് വളം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ബോഗൺവില്ലയിൽ അവിടെ കുറച്ച് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് പുല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ വളം ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചാണകം എടുക്കാൻ വേണ്ടിയിട്ട്, ചാണകം വെറുതെ അങ്ങനെ ഇട്ട് കൊടുക്കുകയല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മൾ സീക്രട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. പച്ചക്കറിക്കും പ്ലാന്റിനും, അതായത് ചെടിക്കും എല്ലാം, എന്തിനും നമ്മളെ വീട്ടിൽ സപ്പോർട്ടൊക്കെ നിങ്ങൾ ചോദിക്കല്ലേ എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നത്, സപ്പോർട്ട, മാവ്, എന്തിനും നിങ്ങൾക്ക് ഈ ഒരു വളം മാത്രം മതി കേട്ടോ. വേറൊന്നിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. കറിവേപ്പില എല്ലാത്തിനും ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അത് ചാണകം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും റഫീക്കയും പോവാണ് കേട്ടോ. അപ്പോൾ റഫീക്കയ്ക്ക് ഒഴിവുള്ളപ്പോഴേ ഇതിന് പറ്റുള്ളൂ, 2 ആളും വേണം. അപ്പോൾ ഇതാ നമ്മൾ ബക്കറ്റൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് തന്നെ ബക്കറ്റൊക്കെ മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുള്ളത് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് മുണ്ടേരിയിലാണ് കേട്ടോ. അങ്ങനെ കുറേ ദൂരമൊന്നും പോകാനില്ല, എന്നാലും വണ്ടി എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് പോകാനുണ്ട്. അപ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കാർ എടുത്തിട്ട് പോവാണ് കേട്ടോ. പശുക്കളുണ്ട്, റഫീക്കും കുറച്ച് പശുക്കളും. പശു അല്ലല്ലോ, പോത്തുകൾ. ഇവരടക്കം മാറ്റി അങ്ങനെ ഇതാ നമ്മൾ ചാണകമൊക്കെ എടുത്ത് തിരിച്ചെത്തി. ഇപ്പോൾ അത് മിക്സാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, കുറച്ചെടുത്തിട്ട് വെള്ളം
അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കലക്കിയെടുക്കുക കേട്ടോ. അതറിയില്ലേ, പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കോല് ഉപയോഗിച്ചിട്ട് നന്നായി കലക്കിയിട്ട് ഒന്നുകിൽ വലിയ ബക്കറ്റാണ് നിങ്ങൾക്ക് ആ ബക്കറ്റിൽ അത്രേ കലക്കി വെക്കാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. എന്ത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് അതിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു വെക്കുക കേട്ടോ. ബക്കറ്റാണെങ്കിൽ ബക്കറ്റിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു വെക്കുക, ഇതുപോലെ കലക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു ബക്കറ്റിൽ അത്രയും നിങ്ങൾക്ക് കലക്കി വെക്കാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ ഈ ടിന്നിലാണ് കേട്ടോ എപ്പോഴും ഒഴിച്ച് വെക്കാറ്. അപ്പോൾ ആ ടിന്നിലാണ് നമ്മളിതുപോലെ കുറച്ച് ചാണകം എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് ചാണകം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കലങ്ങിയാൽ ഇങ്ങനെ ഇതാവുമല്ലോ, കുറുകി വരുമല്ലോ. അപ്പം കുറച്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ വെള്ളം ആയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ആരും ചോദിക്കരുത് കേട്ടോ, ജംഷി എന്ത് വളമാണ് ആന്തൂറിയത്തിന് ഇട്ട് കൊടുക്കുന്നത്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കരുത് കേട്ടോ. ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നിങ്ങൾ വളം ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ നമ്മളെ കയ്യിലുള്ള മുഴുവൻ കുറച്ച് ചാണകം അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് മുഴുവൻ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അതുപോലെ ഒന്ന് അട്ടീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വളച്ചെടിയില്ലേ, വളച്ചെടി എന്ന് പറയും, കുളഞ്ചിയില എന്ന് പറയും, ഇതൊക്കെ തന്നെ കേട്ടോ, ശീമുക്കൊന്നേൻ്റെ ഇല എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ തോട്ടത്തിൽ ഉണ്ടായത് കൊണ്ട് കുറച്ച് റഫീഖ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ലൊരു വളമാണ്. പക്ഷേ ഇതില്ലെങ്കിലും ചാണകവും ആ ഒരു നമ്മൾ പിണ്ണാക്ക് ചേർക്കുന്നുണ്ട്, ഇതിന് ഞാൻ കാണിച്ചു തരാം. അതും കടലപ്പിണ്ണാക്ക് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. ഇത് നിങ്ങളില്ലെങ്കിൽ കാണുക വേണ്ട കേട്ടോ. ഈ എന്താ പറയുക, വളച്ചെടി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തേക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കറിവേപ്പിലേക്ക് ഇങ്ങനെ എടുക്കൂലേ, ഊർന്നെടുക്കൂലേ, അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറുന്നനെയുള്ള ചാണകവും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിനിടെ ഇത് കണ്ടോ നമ്മുടെ പഞ്ചാരക്കായ് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ, ആയി വരുന്നുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കായ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നട്ടു കൊടുത്തതൊന്നല്ല കേട്ടോ, നമ്മളെ മുന്നത്തെ നിശയല്ലേ, നമ്മൾ തൊട്ട് മുന്നത്തെ വീട്, അവിടെ ഇതുണ്ട്. അത് അവിടെ നിന്ന് പക്ഷികൾ കൊണ്ടുവന്നിട്ട് കുരു ഇട്ടിട്ട് അങ്ങനെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ ഇതാ ചാമ്പക്ക കണ്ടോ, ചാമ്പക്കയും കുറച്ച് അവിടെ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കടലപ്പിണ്ണാക്ക് കേട്ടോ. കടലപ്പിണ്ണാക്ക് 1 കിലോ കടലപ്പിണ്ണാക്കട്ടോ നമ്മളിതിലേക്ക് ഇത്രയും വളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചാണകം ഇനി കിട്ടാനില്ല ഉണ്ടെങ്കിൽ നിങ്ങളിത് രണ്ടും തന്നെ എടുക്കണം. കിട്ടാനില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ കടലപ്പിണ്ണാക്ക് മാത്രം എടുത്ത്, ഇത് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് മാത്രം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അതിങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുതിർന്ന് വരും. അപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി അടച്ച് വെക്കുക കേട്ടോ. ചാണകം കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ പിണ്ണാക്കില്ലെങ്കിൽ ചാണകം മാത്രം ഇങ്ങനെ ചെയ്ത് വെക്കുക. രണ്ടും കൂടെ ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഒരു ഒന്നിടവിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, ഞാൻ വീഡിയോയിൽ കാണിക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ഇത് എടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കൂല കേട്ടോ. അത് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് 2 കപ്പേ ഒഴിക്കുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ആ സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് മഴയൊക്കെ പോട്ടെ എന്നിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ പണി എന്ന് പറയുന്നത് ചെടിയിൽ ഇതാണ് കേട്ടോ. ഈ ഒരു ഭാഗമല്ലേ കുറച്ചൊരു വൃത്തികേടായിട്ടില്ലേ, കാര്യം ആ പുല്ലല്ല, അതിന് താഴെയുള്ള ചെടികൾ കുറേ എണ്ണം ഒഴിവാക്കാനായിട്ടുള്ളതുണ്ട്, അതായത് മാറ്റാൻ റീപ്ലാന്റ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ ഈ രണ്ടാമത്തെ, അതായത് ഫസ്റ്റിലെ പുല്ലല്ല, മേലത്തെ മഞ്ഞപ്പുല്ലല്ല, തൊട്ട് താഴെയുള്ള ആ ഒരു ഭാഗം അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വേറെ പ്ലാന്റ് അവിടെ, വേറെ ചെടി അവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് കറക്റ്റ് ഒരു എല്ലാം നല്ലതല്ലാത്തത് കൊണ്ട് എന്തോ ഒരു ഭംഗിക്കുറവുണ്ട്. പക്ഷേ ഈ ഒരു 3 ഇത് നല്ലതാണ് കേട്ടോ. ഇത് നല്ല പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മൾ അപ്പുറത്ത് കൊണ്ടുവെക്കും, അകത്ത് വെക്കാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാനായിട്ട് അത് യൂസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള അപ്പുറത്തേക്കുള്ളൊരു 3-4 മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് വേറെ പിടിപ്പിച്ച് എടുക്കണം കേട്ടോ. അതിപ്പോൾ ഒന്ന് റീപ്ലാന്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിൽ ഞാനിപ്പോൾ എടുത്തു വെച്ചതിൽ വെയിൽ കൊള്ളുന്ന പ്ലാന്റുകളാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് എടുത്തു വെക്കുന്നത് കേട്ടോ. വെയിൽ കൊണ്ടാലും കുഴപ്പമില്ലാത്ത പ്ലാന്റുകൾ. ഇതിന് കുറച്ച് തണൽ വേണം, അതുകൊണ്ട് ഞാനിത് തണലെന്ന് പറഞ്ഞാൽ ഈ അരേലിയത്തിന് കുഴപ്പമില്ല. അപ്പോൾ അത് ഈ ഇപ്പുറത്തെ ഭാഗത്തേക്ക്
തണലാണ് ആ ഭാഗം കേട്ടോ, ആന്തൂറിയത്തിൻ്റെ ആ ഒരു ഭാഗം അങ്ങോട്ടേക്ക് ആ സൈഡിലേക്കായിട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മളെ മുറ്റത്ത് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യം നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പ്ലാന്റുകൾ, കുറച്ച് പൂച്ചെടികൾ വെക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം ഓടിപ്പോയി ചെടി അങ്ങ് വാങ്ങുക എന്നുള്ളതല്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ മുറ്റത്ത് എങ്ങനെയാണ് വെയിലുള്ളത്, ഏത് ഭാഗത്താണ് വെയിലുള്ളത്, എവിടെയാണ് നിങ്ങൾ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെയിലാണോ തണലാണോ അത് രണ്ടും മിക്സ് ആയിട്ടുള്ള കാലാവസ്ഥയാണോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളുന്ന ഇടാണോ എന്ന് ഒക്കെ നോക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ റഫീക്ക ഉണ്ടായി കുറച്ച് ചാണകം, ഒരു കപ്പ് ചാണകം എന്നൊക്കെ പറയാം, അത്രയും എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പച്ചക്കനെ ഇങ്ങനെ ആന്തൂറിയതിന് ശരിക്കും നമ്മളിങ്ങനെ പച്ചക്കന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതാ നിങ്ങളതിൻ്റെ ലൂസ് നോക്കണേ, ടൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ലൂസായിട്ടാണ് നമ്മൾ വെള്ളം പോലെയാണ് നമ്മൾ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആന്തൂറിയത്തിന് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല റീപ്ലാന്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയണമല്ലോ, ഒരാഴ്ച എന്തായാലും കഴിയണം. അതുകൊണ്ട് കുറച്ച് പച്ചച്ചാണകം അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ചൂട് ആ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ ഇതാ ഈ ഒരു യെല്ലോ പുല്ലില്ലേ അത് വെയിൽ കൊണ്ടാൽ കുഴപ്പമില്ലാത്ത നല്ല വെയിലത്ത് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ പുല്ലുകളിങ്ങനെ കുറച്ച് ഉണങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് നീറ്റാക്കിയിട്ട് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് മറ്റേ പ്ലാന്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുറ്റത്തെ കാലാവസ്ഥ എന്താണ് എന്ന് പഠിക്കുക. എന്നിട്ട് ഓരോ ഭാഗം, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രണ്ട് ഏരിയ എനിക്ക് തണൽ തട്ടുന്ന സ്ഥലമല്ല, ഇവിടെ എനിക്ക് വെയിൽ തട്ടുന്ന സ്ഥലമാണ്. ഒരു 12 മണി വരെ എന്തായാലും 11-12 മണി വരെ എന്തായാലും അവിടെ വെയിൽ കിട്ടും. അപ്പോൾ അതിനുള്ളൊരു ചെടിയെ ഞാൻ അവിടെ വെക്കാൻ പാടുള്ളൂ. എന്നാൽ ഒരു ബൊഗൺവില്ലയോ അങ്ങനത്തതും അല്ല, അത്യാവശ്യം വെയിൽ തട്ടുന്ന അല്ലെങ്കിൽ ഫ്ലവർ ഇടുന്ന അങ്ങനത്തതും വെക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ആന്തൂറിയം, പച്ചപ്പുള്ള അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഉണ്ടാവില്ല. അതിനൊരു മഞ്ഞ കളർ വരും, കാരണം അതിന് വെയിൽ ഓവറാവും. അപ്പോൾ വെയിൽ തട്ടിയിട്ട് ഉണ്ടാവുന്ന അങ്ങനത്തെ സംഭവങ്ങൾ വേണം ഞാൻ അവിടെ കൊണ്ടുവെക്കാൻ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മതിലിൻ്റെ ആ ഒരു ഭാഗം എനിക്ക് പച്ചപ്പുള്ള ചെടികളോ കാര്യങ്ങളോ അങ്ങോട്ടേക്ക് പറ്റില്ല. അവിടെ എനിക്ക് പറ്റുന്നത് ബൊഗൺവില്ല, റോസ് പറ്റും. അങ്ങനത്തെ നമുക്ക് വെയിലത്ത് എന്താണോ വെക്കാൻ പറ്റുന്ന ചെടികൾ അതാണ് അങ്ങോട്ടേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ആന്തൂറിയം വെച്ച സ്ഥലം, എൻ്റെ വീടിൻ്റെ വലത് ഭാഗം ആന്തൂറിയം വെച്ച സ്ഥലം തണലാണ്, മരങ്ങളും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നല്ല ഫ്ലവറും കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ പോട്ടിങ് ചെയ്യുന്നതും അതും ശ്രദ്ധിക്കണം കേട്ടോ. ചകിരിച്ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എന്നിട്ട് തണലിലേക്ക് വേണം വെക്കാൻ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ വീട്ടിൽ കുറച്ച് ആന്തൂറിയം ഉണ്ടാക്കണം, എന്നാൽ നിങ്ങളെ മുറ്റം ഭയങ്കര വെയിലുള്ള മുറ്റമാണ്, എന്നാൽ എനിക്ക് ആന്തൂറിയം പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കാര്യമില്ല കേട്ടോ. നിങ്ങളെ മുറ്റത്ത് എന്താണോ കാലാവസ്ഥ അതിനനുസരിച്ചുള്ള ചെടി വേണം നിങ്ങൾ നടാൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, ആന്തൂറിയം എനിക്കിഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് ആന്തൂറിയം കൊണ്ടേ നടരുത്. കാര്യം വെയിലായതുകൊണ്ട് ഒട്ടും അവിടെ പറ്റില്ല. നമ്മളൊരു ഷീറ്റ്, നല്ല ആ ഗ്രീൻ ഷീറ്റിൽ അതൊക്കെ ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതൊരു വേറെ എന്താ പറയുക, ഒരു നാച്ചുറലായിട്ട് ഉള്ള അതൊക്കെ ഇങ്ങനെ ഈ ഒരു പന്തൽ പോലൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ചെടി വെക്കുന്ന അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പ്ലാന്റാണ് വേണ്ടത്, ഇപ്പോൾ വെയിലിന് പറ്റിയ ഒരുപാട് പ്ലാന്റുകളുണ്ട്, തണലിന് പറ്റിയ ഒരുപാട് പ്ലാന്റുകളുണ്ട്. വെയിലുള്ളിടത്ത് റോസാ ചെടികൾ നിങ്ങൾക്ക് വെക്കാം. അങ്ങനത്തെ നമ്മുടെ അടുത്ത് ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ പ്ലാന്റൊക്കെ കേട്ടോ. ഇപ്പോൾ കുറച്ചതാണ്, കാരണം യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. കാര്യം ഫ്ലവറുള്ള അതൊക്കെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ആന്തൂറിയം ആയാലും നമുക്ക് 2 കൊല്ലത്തിന് ഇനി ഇത് മാറ്റണ്ട. അപ്പം അത്രയും നമ്മൾ സേഫാണ്. വേറെ എന്തെങ്കിലും എന്താ പറയുക, ഫ്ലവർ തരുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടെ മാറ്റി കൊടുക്കണം, അതിൻ്റെ തൈ വെക്കണം, പോട്ട് മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു പുതിയ ആൾ വന്നതാട്ടോ. കാര്യം നമ്മളിവിടെ പൂച്ചകൾ അങ്ങനെ നിൽക്കില്ല. റഫീക്ക കണ്ട അപ്പോൾ ഓടിക്കോട്ടെ, ഞാനും വിളിക്കും, പക്ഷേ റഫീക്ക ഓടിക്കും. ഞാൻ ഫുഡ് കൊടുത്താലും ഞാൻ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരും കേട്ടോ. റഫീക്ക പൂച്ചനെ കണ്ട അപ്പോൾ ഓടിക്കുകയും ചെയ്യും. ഈ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ കയറി നിന്നിട്ടേ ചിലപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ കാണൂല. അപ്പോൾ റഫീക്കക്ക് ഭയങ്കര പേടിയാണ്, ഇതിങ്ങനെ വണ്ടീൻ്റെ അടിയിൽ പെട്ടുപോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ട ഓടിക്കും. അപ്പം
അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുക. അതുകൊണ്ട് എൻ്റെ കൂടെ വരും, റഫീഖാനെ കാണുമ്പോൾ ഓടുകയും ചെയ്യും. ഇതിപ്പോൾ പുതിയതാട്ടാ, നിഷൻ്റെ അവിടെ ഉള്ളതാണ്. അപ്പോൾ എന്തോന്നറിയില്ല, ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. റഫീഖ് ഓട്ടിക്കാൻ വേണ്ടി നോക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടിക്കാൻ സമ്മതിക്കാതെ അവിടെ നിർത്തിയതാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇനിയിപ്പോൾ ഞാനവിടെ അങ്ങോട്ടേക്ക് വെക്കാൻ സെറ്റ് ചെയ്തിട്ടുള്ള ചട്ടികളില്ലേ, അതൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് വെച്ചാൽ പിന്നെ ആ ഭാഗം നോക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കും കൂടെ ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ, പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പ്ലാന്റ് നടുക അല്ലെങ്കിൽ ഒരു പ്ലാന്റ് വാങ്ങി വെക്കുക അങ്ങനെയല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ നമുക്ക് താല്പര്യം ഉണ്ടാവണം, നമുക്ക് പറ്റണം, നമ്മൾ ടൈം കണ്ടെത്തണം. എന്നും അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും സമയം ഇല്ലാത്തവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ഇറങ്ങി, ഇപ്പോൾ വീട്ടിലുള്ളപ്പോൾ ഇപ്പോൾ വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി ഒക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റാക്കി അതെല്ലാം കാടൊക്കെ ഒന്ന് പറിച്ച് ഒന്ന് മാറ്റി പോട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു ഗാർഡൻ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും റഫീഖയ്ക്ക് പോകാൻ സമയമായി. അങ്ങനെ റഫീഖയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളും എല്ലാവരും നല്ല വിശപ്പായിട്ടാണ്, കുറച്ച് പണിയൊക്കെ എടുത്തല്ലോ. അതുകൊണ്ട് തന്നെ പുറത്തത്തെ പണി നമ്മൾ അകത്തത്തെ അടിച്ചു വാരൽ പാത്രം കഴുകലൊക്കെ ചെയ്യുന്ന പോലെയല്ല അല്ലേ, കുറച്ച് കൂടുതൽ ടയേർഡാവും. അപ്പോൾ നമ്മൾ പത്തിരിയും മട്ടൻ ചാപ്സൊക്കെ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ റഫീഖ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ റഫീഖുള്ള ആ കുറച്ച് സമയമാട്ടോ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ രണ്ടാളും കൂടെ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമ്മൾ റെഡി ആയിക്കോളുമല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ചിങ്ങനെ മണ്ണും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എന്നും വരുന്നത് ഇങ്ങനെ അടിയിലേക്ക് പോയിട്ട് കുറച്ചൊരു വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഞാനൊന്ന് ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീടല്ലേ എടുക്കുള്ളൂ. അപ്പം അതിൻ്റെ അടിഭാഗം ക്ലീനാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ഉരച്ച് ക്ലീനാക്കിയിട്ട് ആ സ്റ്റാൻഡ് വെച്ചിട്ട് പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്റ്റാൻഡ് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ജോയിൻ്റ് അല്ല കേട്ടോ. അതിൽ ജോയിൻ്റ് ആയാൽ നമുക്ക് അതിന് താഴെ ഒരു എന്താ പറയുക, അതിൻ്റെ മേലെ ഓക്കെയാണ്, നന്നായിട്ട് തന്നെ ഇരിക്കും. താഴത്തെ പ്ലാന്റ് വെക്കുന്ന സമയത്ത് അത്യാവശ്യം അകലം ഇല്ലെങ്കിലില്ലേ ഇങ്ങനെ ടൈറ്റ് പിടിച്ച് നിൽക്കും, ഇടുങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ഫ്ലവറുള്ള പ്ലാന്റ് അങ്ങനത്തെ ഒക്കെ വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലാന്റ് മര്യാദക്ക് വെക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ നമ്മൾ ആദ്യം ജോയിൻ്റ് ആയിരുന്നു അത്. എന്നിട്ട് നമ്മൾ ആന്തൂറിയത്തിൻ്റെ സ്റ്റാൻഡ് ചെയ്യിപ്പിച്ച സമയത്ത് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് അകലത്തിലേക്ക് ഇതുപോലെ അകത്തി ഇങ്ങനെയല്ല, പക്ഷേ ആ പ്ലാന്റിനനുസരിച്ച് നമ്മൾ വെക്കുന്ന പ്ലാന്റിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് അകത്തി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പ്ലാന്റ് വീണ് പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചട്ടി വീണ് പോകുന്നില്ല, അതിങ്ങനെ സെറ്റായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇങ്ങനെ അകത്തി വെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ലതാട്ടോ. നമ്മൾ ചിലപ്പം വലിയ പ്ലാന്റ് വെക്കും, ചിലപ്പം ചെറുത് വെക്കും, അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആട്ടോ നമ്മൾ ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കട്ടെ. അപ്പോൾ അത് സെറ്റായിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ തൈ വെച്ച് കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി ഈ ഒരു ചട്ടിയിലേക്ക്, ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് കവർ ചെയ്ത് നന്നായിട്ട് വളർന്ന് സെറ്റായിട്ട് അതിൻ്റെ അപ്പുറത്ത് ശാഖയൊക്കെ വന്ന് റെഡി ആയിട്ട് വരണം കേട്ടോ. എന്നാൽ തന്നെയാണ് നല്ല ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് നിന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും, കുറച്ചൊന്ന് വെയിലേക്കായി റെഡി ആയിട്ട് വരണം. പിന്നെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടത്, ഒരു കോമൺ അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിനൊരു പേരുണ്ട്, ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു അഗ്ലോണിമയാണ് കേട്ടോ. പക്ഷേ ഇത് വെയിലിനും പറ്റും തണലിനും പറ്റും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ വെച്ചത്. പിന്നെ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഒരു വേറെ കളറ്, വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ കളറ്, അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. രണ്ടായാലും ഇത് നിന്നോളും. പ്ലാന്റിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനത്തത് വേണം തിരഞ്ഞെടുക്കുക, നമ്മൾ ഏരിയക്ക് അനുസരിച്ചുള്ളത് വേണം കേട്ടോ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു സ്റ്റാൻഡിന് നമുക്കായത് 5000 രൂപയാട്ടോ നമുക്കായത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മൊത്തം ചിലവ്, കമ്പിയും പണിക്കൂലിയും എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് 5000 രൂപയായിട്ടുണ്ട്. അത് കുറേ മുമ്പ് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 5000 രൂപയായിട്ട് നമുക്കിത് ആന്തൂറിയത്തിൻ്റെതിന് നമുക്ക് 7 രൂപ, അതായത് കമ്പിയെല്ലാം നമ്മൾ എടുത്ത് അതിൻ്റെ ക്യാഷും പണിക്കൂലിയും എല്ലാം കൂടാണെന്ന് ഞാൻ 7 പറഞ്ഞതേ.
അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡ് നമ്മൾ മുറ്റത്തിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നല്ല നീറ്റായിരുന്നു കേട്ടോ. നിലത്ത് വെക്കുന്നതിനേക്കാളും നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് ഇല്ലെങ്കിൽ നിലത്ത് നല്ല നീറ്റാക്കിയിട്ട് ഒതുക്കി പെറുക്കി വെക്കുക. സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അടിഭാഗം നമ്മൾക്ക് അടിച്ചു വാരിയിട്ട് പോകാനും വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതാ ഞാൻ പ്ലാന്റെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെയാണ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോയത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വളർന്ന് സെറ്റാവേണ്ട കാര്യമുള്ളൂ. ഇൻഷാ അല്ലാ ഞാൻ മൊത്തം ഗാർഡൻ ടൂറ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ റെഡിയാക്കട്ടെ ഇവിടെ റെഡിയാക്കട്ടെ അത് ശരിയാവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാട്ടോ അത് നീണ്ട് പോകുന്നത്. എന്തായാലും ഇപ്രാവശ്യം ഒന്നും കൂടെ ചെടി ഒന്ന് റെഡിയായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് റെഡിയായി വെച്ചതിന് ശേഷം ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. കുറേ വീഡിയോ ചോദിച്ചിട്ടുണ്ട് ഗാർഡൻ ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ കാണിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അകം ജസ്റ്റ് ഒരു മിനിറ്റ് അടിച്ചു വാരലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ 2 ദിവസം മുമ്പ് നമ്മൾ നന്നായിട്ട് ഡീപ്പ് ക്ലീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് തട്ടുകയും അടിക്കുകയും തുടക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പണികളും അലക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ഒന്നുകിൽ തലേ ദിവസം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അങ്ങ് ചെയ്താൽ മതിയിട്ട്. എല്ലാം കൂടെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുക, അല്ലാത്ത അടിക്കലും തുടക്കലും അലക്കലും എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ടയേർഡായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് അടിച്ചു വാരിയിട്ടു, അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ആക്കിയത് നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പം എനിക്ക് കുളിക്കണം. ഇപ്പോൾ റഫീക്ക 9 മണിയായപ്പോൾ റഫീക്ക പോയി. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കുളിയും കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുറ്റമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ചോറ് ഞാൻ അരി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം വേവുന്ന അരി കേട്ടോ. ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും ഓഫാക്കി കഴിഞ്ഞാൽ ചോറ് റെഡി. നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കല് കേട്ടോ. കാര്യം ആകെ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ. ഇപ്പം ഞാനും ചോറിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്, വാവയും കുറച്ചിട്ടുണ്ട്. റഫീക്ക് ഉച്ചയ്ക്ക് വരികയില്ല. അപ്പോൾ പിന്നെ അതായത് 1/4 കിലോ അരി നമുക്ക് വേണ്ട. ഒരു 3/4 എടുത്താൽ തന്നെ നമുക്ക് ഉണ്ടാവും കേട്ടോ. ധാരാളമായിട്ടുണ്ടാവും. ആട്ടാനും എല്ലാം കൂടെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചിലേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മത്തിയുണ്ട് കേട്ടോ. നല്ല മത്തിയുണ്ട്, നല്ല ടേസ്റ്റുള്ള മത്തിയല്ലേ. ഇപ്പോൾ ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ 2 തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താൽ മതി കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി ആട്ടോ ഞാൻ എടുത്തത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കലില്ല കേട്ടോ. മീൻ കറിയിൽ എനിക്ക് ചില കറിയിലെ ഇഞ്ചി ഇഷ്ടമുള്ളൂ. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ഈ ഒരു കറിയിലേക്ക് വേണ്ട, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനായിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കളർ കിട്ടുമല്ലോ, എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല. നമുക്കിവിടെ അധികം എരിവ് വേണ്ട കേട്ടോ, കുറച്ച് മതി എരിവ്. എന്നാൽ നല്ല കളർ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും വേണം. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുളക് പൊടി അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം പാട്ട കുട്ടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പം വെയിലും ഇല്ല കേട്ടോ. ഇപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ വോയിസൊക്കെ കൊടുക്കുന്ന അന്ന് മഴയാട്ടോ. വോയിസ് കൊടുക്കുന്ന അന്ന് എന്നല്ല, വോയിസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വാളംപുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. ഇതിങ്ങനെ തന്നെ ചെയ്യണേ. തക്കാളിക്കൊന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടിയെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിച്ചിട്ടുള്ള കറിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ നമുക്കിവിടെ കുറച്ച് കറി വേണം, അങ്ങനെ പറ്റിയത് ഇഷ്ടമല്ല. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വെച്ച് കൊടുത്തു. ഇനിയൊന്നുമില്ല, നമ്മൾ അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കറിയൊക്കെ മൊത്തത്തിൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പേരിക്ക് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ഒരു സമയത്ത് അപ്പുറത്ത് ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കാത്ത ഉപ്പേരിയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചോറ് കുറച്ച് അളവ് കുറച്ചിട്ടുണ്ട്. ചോറ് അങ്ങനെ അളവ് കുറവ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്.
ചോറിൻ്റെ അളവ് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ എന്നാലും കുറച്ച് വെയിറ്റ് കൂടുന്നോ സംശയമുണ്ട് കേട്ടോ. ചെറുതായിട്ട് ആ ഒരു മെലിഞ്ഞിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ നമ്മളറിയാണ്ട് മുകളിലേക്ക് വരുമല്ലോ, അതിന് അങ്ങനെ തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്നുള്ളൂ. അപ്പോൾ ഇതാ ഒരു സൈഡായിട്ട് ഇങ്ങനെ കുറച്ച് പച്ചക്കറിയും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും കട്ട് ചെയ്തിട്ട് പ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാലിട്ട് അത് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഇരിക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കട്ടെ. അപ്പോൾ അത് ഇരുന്ന് കഴിച്ചോളും എന്തായാലും, ഇല്ലെങ്കിൽ ഇത് എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോയിൽ ഞാനും സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കമൻറ്റിലും അല്ലാതെയും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന റെസിപ്പിയും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. അതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. കുറേ പേര് സജഷൻസും കാര്യങ്ങളും എല്ലാം പറയാനുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തിട്ടാണ് നമ്മളെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഓർഗനൈസിങ് വീഡിയോ വരുന്നത് അടുത്ത വീഡിയോയിലാണ് കേട്ടോ. ഇൻഷാ അല്ലാ നമ്മൾ വെള്ളിയാഴ്ച ആയിരിക്കും ഇനി നമ്മളെ ഓർഗനൈസിങ് വീഡിയോ വരിക. അപ്പോൾ വെയിറ്റ് ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കമൻറ്റ് കണ്ടു. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ എനിക്കും ചെയ്യാനുള്ള ആ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കും വന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നു. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മത്തിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇത് ശരിക്കും ഇങ്ങനെ കുരുമുളകില്ലേ, പച്ച കുരുമുളകൊക്കെ ഇട്ടിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിലർ നെല്ലിക്ക ഇട്ട് വെക്കും, പച്ച നെല്ലിക്ക ഇട്ടിട്ട് വെക്കും. അപ്പോൾ എങ്ങനെയായാലും മീൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ വെച്ചാലും നല്ല രസമല്ലേ. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി നമ്മൾ ഉണ്ടാക്കുക. മാന്തളില്ലേ, നുങ്ക് എന്ന് പറയും, അതും ഈ ഒരു മത്തിയില്ലേ, മത്തിയൊക്കെ ആകട്ടെ ഞാൻ ഇങ്ങനത്തെ കറി വെക്കുക. നമ്മൾ വഴറ്റി വെക്കാത്ത ഇങ്ങനത്തെ ടൈപ്പിൽ വെക്കൂലേ, അത് ഞാൻ ഈ 2 മീനുമാണ് ഞാനിങ്ങനെ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അധികം എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട. ഭയങ്കര സിമ്പിളായിട്ട് നമ്മളെ ചോറ് വേകുമ്പോഴത്തേക്കും നമ്മളെ കറിയും കാര്യങ്ങളും എല്ലാം സെറ്റാകും. ഞാൻ പിന്നെ ഇന്ന് കുറേ അങ്ങ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതേ ഉള്ളൂ, മീൻ കറിയും ഉപ്പേരിയും കുറച്ച് സാലഡ് പോലെ ഇതും എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ രാവിലെ നല്ല ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈസ്പത്തിരിയും മട്ടൺ ചാപ്സൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മീനെല്ലാം വെന്ത് റെഡിയായിട്ട് വന്നു. നിങ്ങൾക്ക് പറ്റിയതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നാലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ മത്തി ഒക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്താൽ നല്ല കിട്ടു ടേസ്റ്റുള്ള മത്തി മുളകിട്ടത് സെറ്റ്. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.